ഹലോ, ടെക് ഫോക്കസ് എന്നുള്ളത് രാജപാളയത്തേക്കാണ്. രാജപാളയത്തുള്ള BP ഇൻഡസ്ട്രീസിലേക്ക് അഥവാ പ്രീഫോം കമ്പനിയിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ബാക്കി വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് പോകാം രാജപാളയത്തേക്ക്. ഇത് തെന്മല ജംഗ്ഷൻ. ഇവിടെ നമ്മൾ ലെഫ്റ്റ് കാണുന്ന റോഡ്, വരുന്ന റോഡ് ഇവിടുന്ന് നേരെ കൊല്ലത്തുനിന്ന് പുനലൂർ, കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വരുന്നത് നേരെ ഇവിടെയാണ് വന്ന് ഇറങ്ങിയിട്ട് തമിഴ്നാട് പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഈ കാണുന്നതിന് മേളിൽ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. ഈ 13 കണ്ണറം പാലം. ഈ ഇതിന്റെ ഇവിടുന്ന് അകത്ത് മുകളിലോട്ട് കയറി കഴിഞ്ഞാലാണ് മറ്റേ അണ്ടർഗ്രൗണ്ട് പാസിങ്ങിൽ കയറാൻ പറ്റുന്നത്. അണ്ടർഗ്രൗണ്ട് പാസിംഗ് ഉണ്ട്, അതിൽ കയറാൻ പറ്റുന്ന ഒരു 100 മീറ്റർ മതിയാവും. 100 മീറ്ററിനകത്താകുമ്പോൾ തന്നെ പാസിങ്ങിനകത്ത് കയറാൻ പറ്റും. പക്ഷെ മുമ്പ് ഇതിന് മേളിൽ ആളിനെ കയറ്റിക്കൊണ്ടൊക്കെ നിൽക്കായിരുന്നു കേട്ടോ. ഇതിനകത്ത് നമുക്ക് ട്രെയിൻ വരുമ്പോഴൊക്കെ ഇതിന്റെ മേളിൽ കയറി നിന്നിട്ട് നമുക്ക് കാണാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് അടുത്ത കാലമായിട്ട് അത് നിർത്തി. ഇവിടെ കയറി പോകുന്ന വഴി ഒരു പൂർണ്ണമായിട്ട് അടച്ച്. കാരണം പിന്നെ കയറണമെങ്കിൽ അപ്പുറത്തൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ കയറാം. പക്ഷെ ഇത് അടച്ച്. കാരണം എന്ന് വെച്ചാൽ സുരക്ഷയുടെ കാര്യമായിരിക്കും. കാരണം ട്രെയിൻ വരുന്ന സമയത്ത് ഇതിന്റെ മേളിൽ നിൽക്കുന്നത് വലിയ റിസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. വണ്ടികളാണ്. അപ്പോൾ അവര് ഇവിടെ വന്ന് കേരള RTOയിൽ വന്ന് പേപ്പർ എടുത്ത് മാത്രമേ അവർക്ക് കയറി പോകാൻ പറ്റുള്ളൂ. പ്രധാനമായിട്ടൊരു ഒരു ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലേക്ക് പോകുമ്പോഴോ പ്രധാനമായിട്ടുള്ള ചെക്ക് പോസ്റ്റുകൾ എന്ന് വെച്ചാൽ ഒന്ന് വെറ്റിനറി ചെക്ക് പോസ്റ്റ് ഉണ്ടാവും, പിന്നെ അതുപോലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ടാവും, പോലീസ് ചെക്ക് പോസ്റ്റ്, എക്സൈസ് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ആര്യങ്കാവ് റൂട്ടില് കേരള RTO ചെക്ക് പോസ്റ്റാണ് നമ്മളിപ്പോൾ കണ്ട ചെക്ക് പോസ്റ്റ്. ഇനി നമുക്ക് ഇതിനപ്പുറത്തോട്ട് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, പിന്നെ അതുപോലെ എക്സൈസിന്റെ വരുന്നുണ്ട്, പോലീസ് ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അതൊക്കെ അതുപോലെ തമിഴ്നാട്ടുകാർക്കും വരുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട് വണ്ടികളാണെങ്കിൽ കേരള RTOയിൽ വന്ന് കേരള RTOയിൽ പേപ്പർ എടുത്തെല്ലാം ക്ലിയർ ചെയ്തേ പോകാൻ പറ്റുള്ളൂ. നമ്മൾ തിരിച്ചിവിടുന്ന് അടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നെല്ലാം ആ പേപ്പർ എടുത്തെല്ലാം RTO ഓഫീസിൽ കയറി പേപ്പറെല്ലാം എടുത്ത് ക്ലിയർ ചെയ്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് തൊട്ട് മുന്നിൽ നിന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞ് കയറി പോയാൽ റോസ്മല പോകുന്ന ഒരു റോഡാണ്. ഇവിടുന്ന് റൈറ്റിലോട്ട് കയറി പോകണം. അതിൻ്റെ തൊട്ട് 50 മീറ്റർ മുന്നിൽ തന്നെയാണ് നമ്മളെ എക്സൈസിന്റെ ചെക്ക് പോസ്റ്റും വരുന്നത്. ഇവിടുന്ന് ഈ കാണുന്ന റൈറ്റ് സൈഡിലേക്ക് പോയാൽ റോസ്മല അത്യാവശ്യം ഒരു ഓഫ് റോഡ് സർവീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റോഡാണ്. ഇവിടുന്ന് തൊട്ട് മുന്നിൽ കാണുന്ന 50 മീറ്ററോളം എത്തുമ്പോൾ തന്നെയാണ് നമ്മുടെ എക്സൈസിന്റെ ചെക്ക് പോസ്റ്റും വരുന്നത്. വണ്ടികളൊക്കെ തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് കയറുമ്പോഴും ഇവിടെ നിർത്തണം. പിന്നെ നമ്മുടെ കേരള വണ്ടിയൊക്കെ ഒന്നും അത്ര സീൻ വരുന്നില്ല. കേരള ചെക്ക് പോസ്റ്റാണ്, കേരള എക്സൈസിന്റെ ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്ന അവരെ അതാണ്. പിന്നെ അവരുടെ ഓഫീസ് തൊട്ട് മുകളിലാണ് അവരുടെ ഓഫീസ് ഉള്ളത്. നമ്മുടെ പോലീസ് ചെക്ക് പോസ്റ്റ്. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ എല്ലാ ചെക്ക് പോസ്റ്റുകളും കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കൂടെ ഉണ്ട് കേരളത്തിന്റെ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഏകദേശം എൻഡിൽ ലാസ്റ്റ് ഉള്ളത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് വളവ് എത്തുന്നതിനും തൊട്ട് മുന്നേ ഉള്ളത്. അങ്ങനെ നമ്മൾ ഇതാണ് തമിഴ്നാടിൻ്റെ എക്സൈസ് പോലീസ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ അബ്ദു പടി കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പടിയുണ്ട്. ഇവിടെ നമ്മൾ കേരളത്തിൽ നിന്ന് ലോഡ് തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പടി കൊടുക്കണം. ചെറിയ വണ്ടിയേക്കും വലിയ വണ്ടിയേക്കും ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പടിയുണ്ട്. ആ പടിയൊക്കെ കൊടുത്തിട്ടേ ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് പിന്നെ തൊട്ടപ്പുറത്ത് RTO ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്, അവിടെയും ചെറിയൊരു പടിയുണ്ട്. ഇപ്പം നമ്മൾ കേരള വണ്ടികളൊക്കെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മളങ്ങനെ കൊടുക്കാറില്ല, തിരിച്ച് ലോഡുമായിട്ട് കയറി വരുമ്പം കൊടുക്കുകയുള്ളൂ. ഇതൊക്കെ കൊടുത്തിട്ട് ആള് വരെയാണ്. അപ്പം ഇനി അടുത്തപ്പുറത്ത് RTO ചെക്ക് പോസ്റ്റ് ഉണ്ട്. മുമ്പ് ഇവിടെ തന്നെയായിരുന്നു RTO ചെക്ക് പോസ്റ്റും വരുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു RTO ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നത്. കാരണം ഇപ്പോഴത്തെ RTO ചെക്ക് പോസ്റ്റ് ഇരിക്കുന്ന സ്ഥലത്ത് അന്ന് സെയിൽ ടാക്സിൻ്റെ ചെക്ക് പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് ഒഴിവായപ്പോൾ, സെയിൽ ടാക്സ് ഒഴിവായിട്ട് GSTയിലേക്ക് മാറിയപ്പോൾ ആ സ്ഥലത്തേക്ക് RTO ചെക്ക് പോസ്റ്റ് അവർ മാറ്റി. ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കേരള വണ്ടികളും അതുപോലെ മറ്റ് സ്റ്റേറ്റ് വണ്ടികളൊക്കെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി RTO ചെക്ക് പോസ്റ്റിൽ പോയി പടിയുണ്ട്. ആ പടി കൊടുത്തിട്ടാണ് കയറി വരുന്നത്. ഇവിടെ ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് RTO ചെക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മൾ കാപ്പി പിടിക്കാൻ വേണ്ടി ഇറങ്ങി. പുളിയൻകുടിയിലാണ് കാപ്പി പിടിക്കാൻ ഇറങ്ങിയത്. ഇവിടെ ലെമൺ സിറ്റി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇവിടെ അത്യാവശ്യം മാർക്കറ്റ്, നല്ല ലെമൺ മാർക്കറ്റ്, ഫേമസ് ആയിട്ടുള്ള ലെമൺ മാർക്കറ്റ് ഇവിടെ ഉണ്ട്.
അതായത് നമ്മളൊരു ചിക്കൻ കറി ഓർഡർ ചെയ്തിട്ട്, അപ്പം വന്ന ചിക്കൻ കറി ഇതാണ്. ഇനി അടുത്ത പൊറോട്ടയും കൂടെ കൊണ്ടുവരാൻ. ചിക്കൻ കറി അങ്ങനെ പൊറോട്ടയൊക്കെ എത്തി. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം കേടില്ല. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് നമുക്ക് വീണ്ടും യാത്ര വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഇവിടെ ഫുള്ള് കൃഷി തന്നെയാണ് കേട്ടോ, നെൽകൃഷി തന്നെയാണ് ഇവിടെയും മെയിനായിട്ട് ഉള്ളത്. അവിടെ നോക്കിയാൽ ഏക്കർ കണക്കിന് നമ്മളെ പാലക്കാടൻ മേഖല പോയാലും നമ്മളെ കേരളത്തിൽ പാലക്കാട് സൈഡൊക്കെ പോയാലും എങ്ങനെയാണോ അതുപോലുള്ള ഒരു രീതിയാണ്. നോക്കി ഏക്കർ കണക്കിന് ഇങ്ങനെ കൃഷി ചെയ്തിട്ടേക്കുക. ഫുള്ള് നെൽകൃഷി തന്നെയാണ് ഈ ഭാഗം. ഡീസലല്ലേ പോടുതാ? നമുക്ക് ഇവിടുത്തെ വില ഒന്ന് നോക്കാം. ഡീസല് വില ഇവിടെ നിന്നിപ്പോൾ 95 രൂപ 16 പൈസ, പെട്രോളിന് 103 രൂപ 79 പൈസ. സാധാരണ നമ്മുടെ വണ്ടികളെല്ലാം തമിഴ്നാട് വരുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് അടിച്ച് കയറാറുണ്ട്. കാരണം അവിടെ ഇന്ന് 98 സംതിങ്ങോളം ഡീസലിനുണ്ട്, ഏതാണ്ട് 99 രൂപ. പെട്രോളിന് 110 രൂപ തന്നെയാണ്, 109 സംതിങ് നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ എണ്ണ അടിച്ചു. നമുക്കിവിടെ നിന്ന് റൈറ്റ് തിരിയണം. ഇവിടെ നേരെയുള്ള റോഡ് പോയാൽ നമുക്ക് ശിവകാശി, മധുരൈ ആ ഭാഗത്തേക്ക് പോവാം. അങ്ങനെ ഇതാണ് നമ്മുടെ BP ഇൻഡസ്ട്രീസ് രാജപാളയം. അപ്പോൾ നമ്മളിവിടെ കമ്പനിയിലെത്തി. പക്ഷെ ഇന്നിപ്പോൾ കമ്പനി ഓഫാണ്, കാരണം സൺഡേ ഹോളിഡേ ആണ്. ഇവിടെ ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അതാണ് എൻ്റെ മെയിൻ വാതിൽ എന്ന് പറയുന്ന ഇതാണ്. ഇവിടെ നിന്ന് നമ്മൾ അകത്തോട്ട് കയറിയാൽ നമ്മൾ ആ കാണുന്ന റൈറ്റ് സൈഡ് ഗേറ്റിൽ കൂടി പോയാൽ നമുക്ക് നേരെ പ്രീഫോം എടുക്കുന്ന സെക്ഷനിലേക്ക്, അതിനകത്താണ് പ്രീഫോമിൻ്റെ പരിപാടി. പിന്നെ നേരെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് നമ്മുടെ കാർട്ടൂണിൻ്റെ വ്യവസായമാണ്, കാർട്ടൂൺ പരിപാടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ വീണ്ടും അടുത്തൊരു നമ്മുടെ വണ്ടി അവിടെ സൈഡിലുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കാണുന്ന ബാക്കിലായിട്ട് കാണുന്നത് നമ്മുടെ തടിയിലെ CNC മെഷീൻ വെച്ചിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. ഇവിടെ BP ഇൻഡസ്ട്രീസിൻ്റെ പ്രീഫോം കമ്പനി. അപ്പോൾ നമ്മുടെ വണ്ടി അകത്ത് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഒരാൾ വന്നു, നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന ആൾ വന്നു. നമ്മൾ 9 മണിക്ക് അവർ വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്നു. നമ്മൾ എത്താൻ താമസിച്ച കാരണം അവർ പോയിട്ട് പിന്നെ ഇപ്പോൾ വന്നു. നമ്മളെ വണ്ടി ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ അടിപൊളി 2 മാവുണ്ട് കേട്ടോ, നല്ല രസമാണ്. നമ്മളെപ്പോഴും വരുമ്പോൾ ഇതിൻ്റെ കാര്യം പറയാറുണ്ട്. കാരണം അതിൻ്റെ മൂട്ടിൽ നോക്കിയേ ഭയങ്കരമായ തണലാണ്, നല്ല അടിപൊളി. കാരണം ഇവിടെ വരുമ്പോൾ നല്ല ചൂട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ അതിഭയങ്കരമായ വെയിൽ, നല്ല സൂപ്പർ വെയിലടിക്കുന്നുണ്ട്, നല്ല ചൂടും. അപ്പോൾ പക്ഷെ ഇവിടെ ആ 2 മാവിൻ്റെ മൂട് ഭയങ്കര തണലാണ് കേട്ടോ. ഇവിടുത്തെ ഓണറും അതുപോലെ സ്റ്റാഫുകളൊക്കെ തന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുന്ന ഈ മാവിൻ്റെ മൂട്ടി ഇറങ്ങിയിരുന്നാണ് കഴിക്കുന്നത്. നമ്മൾ 1-2 തിരയൊക്കെ വരുമ്പോഴേ ഒരു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ടൈമായിരുന്നു. അവരെപ്പോഴും അവിടെ ഇറങ്ങിയിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീഫോമിൻ്റെ സെക്ഷൻ. ഇതാണ് ഈ മാവിൻ്റെ പുറകിൽ കാണുന്നത് നമ്മുടെ കാർട്ടൂണിൻ്റെയാണ്. ഞാൻ വെളിയിൽ നിന്ന് കാണിച്ച ആ കാർട്ടൂണിൻ്റെ ഒരു കമ്പനിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വന്നിട്ട് ഇത് പ്രീഫോം, ഈ കാണുന്നത് പ്രീഫോമിൻ്റെത്. അതുപോലെ ഇനി ഈ കാണുന്നത് എല്ലാം ഓഫാണ്, കാരണം ഞായറാഴ്ച ആയതുകൊണ്ടാണ്. ഈ കാണുന്നത് നമ്മുടെ തടിയിൽ മറ്റേ CNCയുടെ കട്ടിങ് പരിപാടി നടത്തുന്ന ഒരു യൂണിറ്റാണ്. അതുപോലെ ഈ 3 യൂണിറ്റാണ് ഇതിനകത്തുള്ളത്. നമ്മളെ വണ്ടി ലോഡിങ് തുടങ്ങി, നമ്മളെ വണ്ടി ലോഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവരിതിൽ ഈ ലിഫ്റ്റ് ജാക്കിൽ തള്ളി ഫുൾ ലോഡ് കൊണ്ടുവരും. നമുക്ക് ആവശ്യമുള്ളത് കയറ്റിയിട്ട് ബാലൻസ് റിട്ടേൺ കൊണ്ടുപോകും. വണ്ടിയിലോട്ട് ലോഡ് അടുക്കി തുടങ്ങി വരും. അപ്പോൾ നമ്മുടെ പ്രീഫോം കമ്പനിയിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഈ പ്രീഫോം കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരും, നമ്മൾ ചെയ്യും. ഉടനെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ പ്രീഫോം കമ്പനിയിലേക്കുള്ള BP ഇൻഡസ്ട്രീസിലേക്കുള്ള ഒരു യാത്രയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.